ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് അർജന്റീന കളിക്കുന്നത്. സെപ്റ്റംബർ 5-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ വെനസ്വേലയാണ്. ഇത് ബ്യൂണസ് ഐറിസിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക, അഥവാ അർജന്റീനയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. പിന്നീട് ഇക്വഡോറിനെതിരെ അർജന്റീന ഒരു മത്സരം കളിക്കുന്നുണ്ട്. അത് സെപ്റ്റംബർ 10-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 4:30-നാണ്. അത് ഇക്വഡോറിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് മത്സരം നടക്കുക. ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള സ്ക്വാഡ് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി പ്രഖ്യാപിച്ചിരുന്നു. ലയണൽ മെസ്സി ഇടം നേടിയിട്ടുണ്ട്. അതേസമയം എൻസോ ഫെർണാണ്ടസ് ഇടം കണ്ടെത്തിയിട്ടില്ല. റെഡ് കാർഡിന്റെ ഒരു വിഷയം അദ്ദേഹത്തിനുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്താത്തത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഡി സ്പോർട്സ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സി അർജന്റീനയിൽ വെച്ചുകൊണ്ട് അവസാനത്തെ ഒഫീഷ്യൽ മത്സരം കളിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് ഡി സ്പോർട്സ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് വെനസ്വേലക്കെതിരെയുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. അതിനുശേഷം മെസ്സി അർജന്റീനയിൽ വെച്ചുകൊണ്ട് ഒരു ഒഫീഷ്യൽ മത്സരം കളിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ അവസാനിക്കുകയാണ്. അതിനുശേഷം സൗഹൃദ മത്സരങ്ങളാണ് അർജന്റീനയെ കാത്തിരിക്കുന്നത്. ആ മത്സരങ്ങൾ എല്ലാം തന്നെ വിദേശത്ത് വെച്ചുകൊണ്ടാണ് നടക്കുക. പിന്നീട് ഫൈനലിസ്മയുണ്ട്, അതും വിദേശത്ത് വെച്ചുകൊണ്ടാണ് നടക്കുക. പിന്നീട് വേൾഡ് കപ്പ് ഉണ്ട്, അത് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. അതിനുശേഷം ഒരുപക്ഷെ ലയണൽ മെസ്സി അർജന്റീന ദേശീയ ടീമിൽ നിന്നും വിരമിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ വിരമിക്കുന്നതിന് മുന്നേ അർജന്റീനയിൽ വെച്ചുകൊണ്ട് ഒരു സൗഹൃദ മത്സരമൊക്കെ നടന്നേക്കാം. പക്ഷേ ഒഫീഷ്യൽ മത്സരത്തിൽ ഇനി അർജന്റീനയിൽ വെച്ചുകൊണ്ട് മെസ്സി കളിക്കാൻ സാധ്യതയില്ല എന്നാണ് ഡി സ്പോർട്സ് പറഞ്ഞിട്ടുള്ളത്. മെസ്സി വിരമിക്കാനുള്ള ഒരു സാധ്യത ഇവർ കാണുന്നുണ്ട്. ഏതായാലും അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ വേൾഡ് കപ്പിന് ശേഷം മെസ്സി അർജന്റീന ദേശീയ ടീമിൽ നിന്നും വിരമിക്കാൻ വലിയ ഒരു സാധ്യത ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.